ഈ കയർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇന്ന് ലോഹഭാഗങ്ങൾ കിട്ടുന്നു, പക്ഷേ അത് ഈ അർജുൻ്റെ ലോറിയുടേത് അല്ല എന്ന തരത്തിലേക്ക് മനാഫ് പറയുന്നുണ്ടെങ്കിൽ പോലും അതിലും സ്ഥിരീകരണം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കണ്ടെത്തിയ ലോഹഭാഗം ഭാരത് ബെൻസിന് അയച്ചിട്ടുള്ളത്. വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് ഈ തിരച്ചിലെത്തുന്നു എന്നുള്ളതാണ്. തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തും. ഡ്രഡ്ജർ കൂടി എത്തുന്നതോടെ കുറച്ചുകൂടി വിപുലമായ, അതായത് ഈ മണ്ണ് നീക്കിയൊക്കെയുള്ള പരിശോധനയ്ക്ക് അത് സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ്. പക്ഷേ അതിനു മുൻപും ഈ തിരച്ചിൽ ഇവിടെ തുടരേണ്ടതുണ്ട്. നാളെ തിരച്ചിൽ ഉണ്ടാകില്ല എന്നും SP പറയുന്നു. വരും ദിവസങ്ങളിൽ ഇപ്പോൾ കയർ കിട്ടിയ മേഖല കേന്ദ്രീകരിച്ചൊക്കെയുള്ള തിരച്ചിലാകും ഉണ്ടാവുക എന്നതാണ്. ഗംഗാവലി പുഴയിൽ ഇപ്പോൾ ഇന്ന് നടത്തിയ തെരച്ചിലിലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിട്ടിയത്. ഇന്നലെയും ഈ തരത്തിലേക്ക് ഈശ്വർ മാൽപേ ചില നിർണായക വിവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നേവിയുടെ പരിശോധനയിലാണ് ഈ തരത്തിലേക്ക് നിർണായകമായ ചില ഘടകങ്ങൾ, ചില വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കയർ ലഭിച്ച സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയാകും വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുക. അവിടെ മൺതിട്ടകളുണ്ട്. മണ്ണ് ഈ പുഴയുടെ അടിയിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നു, ഉറച്ചു നിൽക്കുന്ന തരത്തിലാണ് എന്നതാണ്. അപ്പോൾ ആ മണ്ണ് മാറ്റുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചത് ഈ കയർ ഇന്നിപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്, ആ മേഖല അത് വളരെ പ്രധാനപ്പെട്ട ഇടമാണ്. അവിടം കേന്ദ്രീകരിച്ച് തന്നെ അടുത്ത ദിവസം പരിശോധന ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാമോ? ഇതിൽ വിദഗ്ധ ഉപദേശമൊക്കെ തേടി അതിൻ്റെ അടിസ്ഥാനത്തിലാകും നേവിയുടെയും NDRFിൻ്റെയും ഒക്കെ പരിശോധന എന്നാണല്ലോ SP നാരായണ പറഞ്ഞത്. It has not materialized, but today we have called from Goa. Two tugs along with one spud barge. Spud barge means basically it is a opening from the bottom. We will fill the mud and we will take wherever the chances are there to fill, we'll open there and we will make that rescue. On that we will get 100% result, what I believe, because till today we were trying but we are not achieving. But that is the only last via media which is remaining, and that also we have discussed with our district administration and police department with the permission of DM and our CM and deputy CM and secretary level also madam has talked to. And any crisis of these funds or something like that is there, then also we will see that we will not hold the payment of anybody's. We will donate it the fund and we will make sure that we should get our body safely in the sense of whatever in position in this thing. So we will try. But tomorrow is the Independence Day, it is 78th Independence Day. We are not working tomorrow. It is not a good sign. From day after tomorrow, we will try again, and within 2-3 days, we have talked to Captain of Ports Goa, to the Captain Mr. Octavia, and we have talked to Minister Alex Sikera, who is Port Minister in Goa. He told that he will help, and it is whatever I have discussed in front of our MLA Sahab Musharraf ji. Am I right? So we will bring that also. Our last episode, we will not stop any activities. But the only problem was there till today, till yesterday, there was a underwater current was there. Now it is calm. As rightly Minister said that, Baba, we will wait, we will pray for God. എത്രയും പെട്ടെന്ന് അർജുനിലേക്ക് എത്താൻ കഴിയുമെന്ന കാര്യമാണ് ഇപ്പോൾ SP പ്രതീക്ഷാതരത്തിലേക്ക് വെക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ ഡ്രഡ്ജർ കൊണ്ടുവരും. ഇന്നിപ്പോൾ പരിശോധനയിൽ ലഭിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതെല്ലാം സതീഷ് കൃഷ്ണസൈൽ വിശദീകരിക്കും.